ക്ലബിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഷകളിലും ഒരു പരിസ്ഥിതി കാര്യമാണ്. അതിനാഗ്രഹിച്ച് വരുമ്പോൾ പറയുന്നത് ഈ അറ്റാദായം നിർമ്മാതാവിന് കിട്ടുന്ന അറ്റാദായം എന്ന് പറയുന്നത് പറയുന്നില്ല. 100 കോടി ക്ലബ് എന്ന് പറയുമ്പോൾ 100 കോടിയും നിർമ്മാതാവിന് കിട്ടുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 100 കോടി ക്ലബ് ഇല്ല, 200 കോടി ക്ലബ് ഇല്ല എന്ന് എന്തിനാണ് സുരേഷ്കുമാർ ഇങ്ങനെ പറഞ്ഞതെന്നാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ടാണ് സംസാരിക്കുന്നത്. അതോ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പറായിട്ടാണ് അദ്ദേഹം നമ്മുടെ മെമ്പറായിട്ടാണ്. അപ്പൊ അങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ളതില്ല. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന് നരയ്ക്കാൻ റിലീസിന്റെ സമയത്തും തൂക്കിന്റെ റിലീസിന്റെ സമയത്തും അദ്ദേഹത്തിന് വേണ്ടി അടിയോട്ടൊന്നും സംസാരിച്ചതാണ്. അതിനുശേഷം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു, എനിക്ക് വേണ്ടി സംസാരിച്ചു കാര്യമായിട്ട്. ആ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഇവിടെ വന്നിട്ട് പറയുന്നത് വിഷമവും. പക്ഷെ അദ്ദേഹം ഈ എടുത്ത നിലപാട് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിന്റെ എതിരെ എന്ത് വന്നാലും അത് പ്രതിരോധിക്കാൻ നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അമ്മയിൽ പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ സംഘടനയിൽ വേണ്ടായെന്ന് തീരുമാനിക്കാൻ ഞങ്ങളതിൽ തീരുമാനിക്കുന്നത്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അദ്ദേഹം 25 കൊല്ലമായിട്ട് വലിയ വലിയ കാര്യമാണ്. ഞങ്ങൾ അത് ചർച്ച ചെയ്ത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് അത് വലിയ പേരുകളാണ്. അത്യാവശ്യം വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. സിനിമയുടെ കാര്യത്തിൽ എന്തിനും ഇടപെടുന്ന ആളാണ് ശ്രീകുമാർ. അങ്ങനെ വരുമ്പോൾ നിരന്തരം വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അത്രയും അബദ്ധമായിട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ച കഴിയും. അത് ചർച്ചയിൽ എങ്ങനെയായി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരു കുടുംബവാസ പല പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ ചർച്ചയിൽ പരിഹരിക്കാം. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാടുണ്ടാവും. ചേട്ടൻ അനിയനെ പറഞ്ഞിട്ട് അനിയൻ ചേട്ടനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് ഞങ്ങൾ സംസാരിച്ചു അതിനെ ഒരു പരിഹാരത്തിൽ എത്താൻ പറ്റുവാണെങ്കിൽ പരിഹാരത്തിൽ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കാം. സംസാരങ്ങൾ ഇതിനൊരു പരിവർത്തനം ഉണ്ടാവില്ല, നാച്ചുറലി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയം നിങ്ങൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തെറ്റാകാം. ഐസ് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ വെളിയിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിനിമയിൽ വരുന്ന അനന്തരീയമായ കാര്യങ്ങളാണ്. അവിടെ ഈ അതെന്താ 100 കോടി ക്ലബ് എന്നൊക്കെ പറയുന്നത് ഊതിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഭൂരിപക്ഷം പറയുന്നു. അങ്ങനെയല്ല എന്ന് മറുപക്ഷം പറയുന്നു. താരങ്ങൾ അമിതമായ പ്രതിഫലം വാങ്ങുമെന്ന് ഭൂരിപക്ഷം പറയുന്നു. അങ്ങനെയല്ല, അത് അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് മറുപക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയുന്നത് ഭൂരിപക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കളെ വലിയ വലിയ നിർമ്മാതാക്കളാക്കി മാറ്റിയത് താരങ്ങളാണെന്ന് മറുപക്ഷം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കാട്ടിക്കൊടുക്കുന്നത് പിന്നെ രണ്ടാമത് ഞാൻ ഫോർ എക്സാമ്പിൾ ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ബോക്സ് 12-13 കോടി രൂപയാണ്. ആ അവരുമായിട്ട് ഒരു ധാരണ കിട്ടിയിട്ട് ഇത്ര ശതമാനം എന്ന് വരുമ്പോൾ ഒരു നിർമ്മാതാവിന് ലിക്വിഡിറ്റി അത്രയും നമുക്ക് ഉണ്ടാവും. ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു മേജർ രണ്ട് താരം സിനിമ തീരുന്നതിന് കൊണ്ടുപോയി ആ സിനിമ നഷ്ടത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ താരത്തിന് കാശ് ഉണ്ടാവും. ഒരൊറ്റ സിനിമയ്ക്ക് പോലും ഒരു നിർമ്മാതാക്കളുണ്ടാകുന്ന ആൾക്ക്
നിർമ്മാതാവാണ് തീർച്ചയായിട്ടും ഇരുപതിൽ സംസാരിക്കേണ്ട ആന്റണി പെരുമാറുന്നത് വലിയ നിർമ്മാതാവാണ്. സുരേഷ് കുമാർ വലിയ നിർമ്മാതാവാണ്. അവർ തമ്മിലൊന്നും വലിയ വീട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നത് അത് നടക്കില്ല എന്നത് എന്റെ വിശ്വാസം. ഇതൊക്കെ പണ്ടും സിനിമയിലുള്ളതാണ്. വാഗ്ദാനങ്ങളും മറക്കുന്നത് അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സുരേഷ് കുമാർ പറയും ഇവിടെ താരങ്ങളുടെ വരികൾ മുടക്കുന്നത് താരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സുരേഷിന് വേണ്ടി മാത്രമല്ല, താരങ്ങൾ വരുമ്പോഴേക്കുള്ള കുറച്ച് കൂടുതൽ സിനിമകളുണ്ടായി ഒരുപാട് പാവങ്ങൾ ജീവിച്ചു പോകും. അതാണ് സുരേഷ് കുമാർ കുറെ ഡ്രൈവേഴ്സ് ഉണ്ട്, കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പ്രൊഫഷൻ ബോയ്സ് അവരെല്ലാം ജീവിക്കണമെങ്കിൽ സിനിമ വേണം. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ്, അതല്ലെങ്കിൽ അദ്ദേഹം ടെലിഫോണിലേക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴും അദ്ദേഹം ഷൂട്ടിലാണ്, അത് കഴിഞ്ഞ് സംസാരിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ജയചന്ദ്രൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാനോട് പറഞ്ഞിരുന്നു, ഈ സുരേഷ് കുമാറിന്റെ മകൾ വലിയ പ്രതിഫലം വാങ്ങിയാണല്ലോ, കോടികൾ വാങ്ങിയാണല്ലോ അഭിനയിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരികയാണ് ശ്രീ സന്ദീപ് സെൻ. സുരേഷ് കുമാറിന്റെ മകൾ പ്രതിഫലം വാങ്ങി ഒരു പടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു, അങ്ങനെ ഒരു വിഷയം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അവര് വാങ്ങിക്കുന്ന തെന്നിന്ത്യയിൽ സിനിമകളാണ്. അതായത് 100-200 കോടി രൂപ കോസ്റ്റ് അഭിനയിക്കുമ്പോൾ അവർ ആ കോസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ വളരെ പേരായിട്ടുള്ള സംഭവം മാത്രമാണ് അഭിനയിക്കുക. അവരിന്നുവരെ ഒരു സിനിമയിൽ അവർക്ക് ഒരു സിനിമയുടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവർ മലയാളത്തിൽ വരുമ്പോൾ മലയാളത്തിന്റെ മാർക്കറ്റ് അനുസരിച്ച് മാറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് കുമാർ ഒരു കാര്യം പറയുമ്പോൾ മകളെയും ഭാര്യയെയും എടുക്കുന്ന ഒരു അവസ്ഥ ജയചന്ദ്രൻ